ഇന്ത്യൻ മിർച്ചി ചിക്കൻ മസാലയാണ് ഉണ്ടാക്കുന്നത്. പേര് പോലെ തന്നെ നല്ല എരിവുള്ള ഒരു ചിക്കൻ മസാലയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു 1/2 കിലോ ചെറുതായി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചത്, സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, തക്കാളി 2 വലുത് ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഗ്രാമ്പൂ ഒരു 3-4 എണ്ണം, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ബേ ലീഫ് 2 എണ്ണം, തൈര് 1/2 കപ്പ്, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. എനിക്ക് ചിക്കൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ചിക്കൻ കഴുകി വെച്ചതാണിത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇതിപ്പോൾ 1/2 കിലോ ചിക്കനാണ്, അപ്പോൾ അതിന് ആവശ്യമുള്ള രീതിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഓരോന്നായിട്ടിടാം. ഇത് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് കിടന്ന് വെന്താൽ മതി. നന്നായിട്ട് ഒന്ന് ഫ്രൈ ആവണം. ഒരു ഹാഫ് കുക്ക്ഡാണ് ഇതിൻ്റെ ഒരു ഭാഗം. ഹാഫ് കുക്ക്ഡ് ആയിക്കഴിഞ്ഞാൽ അത് കോരി എടുക്കാവുന്നതാണ്. കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. ഒരു വശം ആയിക്കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചു മറിച്ചും ഇട്ടുകൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹാഫ് കുക്ക്ഡ് മതിയാവും. ഇതായിട്ടുണ്ട്. ഇതൊന്ന് കോരിയെടുക്കാം. ഈ എണ്ണ ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് അധികം ഈ എണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിത് ഒന്ന് കോരിയെടുത്ത് മാറ്റാം. കംപ്ലീറ്റ് അത് കോരി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിട്ട് വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഇനി നെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നത്. ബേ ലീഫും ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു ഒന്ന് മൂത്ത് വരുമ്പോൾ സവാള ചേർക്കാം. ജസ്റ്റ് ഒന്ന് വാടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാം. 3 ടീസ്പൂൺ ചേർക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ. പെരുംജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ. ഗരം മസാല പൊടിച്ചത് ഒരു 2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇതിൽ മുളക് പൊടിയാണ് നന്നായിട്ട് ചേർക്കുന്നത്. അതിൻ്റെ ഒരു എരിവ് കുറച്ചധികം. മസാലകളൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മൂടി വെച്ച് വേവിക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഹാഫ് കുക്ക്ഡാണ് അത് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈര്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് തിളച്ചോട്ടെ. ചെറിയ തീയിൽ വേണം. സ്റ്റൗ ഒരു സിമ്മിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം.
ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മുറിച്ച് വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 3 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. എൻ്റെ പേര് തന്നെ മിർച്ചി ചിക്കൻ മസാലയാണ്. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പം വളരെ ടേസ്റ്റിയാണ്. വളരെ എരിവുള്ള, കുറച്ച് എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഇത് പച്ചരി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. തീ ഒന്ന് ഓഫ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.